എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ കാൻഡിൽ ലൈറ്റിന് മുന്നിൽ വെച്ച് പറയണമെന്ന് തോന്നി. ആദ്യം പറയാനുള്ളത് ഇതാ. ഭയങ്കരൻ കണ്ട നേരിട്ട് പറയാൻ പേടിച്ചിട്ട് ഐ ലവ് യു എന്ന് എഴുതി കൊടുത്തിരിക്കുക. ഒന്നില്ലെങ്കിൽ അവൾ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ കൈ കൊടുത്ത് ഉറപ്പിക്കും. ഇത് സച്ചുവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണല്ലോ. ആ തീയതി ഒന്ന് നോക്ക്. ഇന്ന് സച്ചുവിന്റെ ബർത്ത്ഡേ ആണല്ലേ. ഹാപ്പി ബർത്ത്ഡേ സച്ചു. താങ്ക് യു. അയാൾക്ക് വരാൻ കണ്ടൊരു സമയം. അവര് കൈ കൊടുത്ത് ഉറപ്പിച്ചോ? പറയാറായിട്ടില്ല. അച്ഛനും അമ്മയും എപ്പോഴാ വരിക? ഉടനെ എത്തുമെന്നാ തോന്നുന്നത്. എന്നെ ഒന്ന് പരിചയപ്പെടുത്തോ? പിന്നെന്താ? പിന്നെ സുഷ്മയുടെ ആരായിട്ട് എന്നെ പരിചയപ്പെടുത്തുക? ആരായിട്ട് പരിചയപ്പെടുത്തണം? സച്ചു പറഞ്ഞോളൂ. ഞാൻ സുഷ്മയ്ക്ക് ആരാകണോ അതുപോലെ പരിചയപ്പെടുത്തിക്കോളൂ. അവര് വരട്ടെ സച്ചു, അപ്പൊ എങ്ങനെ വേണോ അതുപോലെ പരിചയപ്പെടുത്താം. ഓക്കെ, അതുവരെ സച്ചു എന്റെ ആരാ പറ. സുഷ്മ പറഞ്ഞോളൂ. എന്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട്. എഗ്രീഡ്. താങ്ക് യു. കല്യാണ നിശ്ചയം എപ്പോഴാ? ഓ, സച്ചുവിനപ്പോ അതൊക്കെ അറിയാമായിരുന്നു അല്ലേ? സുഷ്മ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു. ഹൗസ് വുഡ് ബി കിഷോർ? കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടിട്ടുണ്ട്. അമ്മയുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ മകനാ. സുഷ്മയ്ക്ക് ഇഷ്ടമാണോ ആളെ? അടുക്കുന്നുണ്ട്. അവര് തമ്മിൽ എങ്ങോട്ടോ അടുക്കുന്നുണ്ട്. ഇന്നൊന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. നിക്കടാ, നോക്കാം. സോ ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ മാരേജ്. താങ്ക് യു. നമുക്ക് പോവാം. സോ യു ആർ മൈ സ്പെഷ്യൽ ഫ്രണ്ട്. എനിക്ക് അങ്ങനെ ഒരാളെ വേണമായിരുന്നു സച്ചു. I'll be a special friend always. ഉറപ്പിച്ച്. അവൾ എന്താ ഈ കാണിക്കുന്ന? എല്ലാ കുഴപ്പമല്ലേ ഈശ്വര. ആ അലവലാതി അവൻ മയക്കെടുത്ത് കളഞ്ഞല്ലോ. ടോണി, അവളോട് ഇതിനെ കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചാലോ? വേണ്ട, പ്രൊഫസർ അങ്കിളിന് വിവരം അറിയിക്കാം. വരട്ടെ, നമ്മളൊന്നും ഇത് അറിഞ്ഞേ ഭാവിക്കണ്ട. അവൾ ഇങ്ങോട്ട് പറയാൻ നോക്കാം. അവള് പറഞ്ഞ ട്രീറ്റ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ പ്രേമ ശരിക്കും അടുത്ത് നിന്ന് കാണണം. അവർക്ക് വേണ്ടി നിറപറയും നിലവിളക്കും താലപ്പൊലിയും മണിയറയും ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യും. അപ്പോ കയ്യിന്ന് പോയിട്ടില്ല, എന്നാ കൈ കിട്ടിയിട്ടുമില്ല. കയ്യിന്ന് പോയി പുണ്ണി. ഒരു ശ്രമം അപ്പാടെ പാഴായി. ഇനിയൊരവസരം എനിക്ക് കിട്ടില്ല. കല്യാണ നിശ്ചയത്തിനായി പേരൻസ് എത്തുക ഉടനെ. അവൾ ആഗ്രഹിച്ചതുപോലെ ഫ്രണ്ടായിരിക്കുക എന്നും. അതിൽ കൂടുതലൊന്നും ഞാൻ ആശിച്ചുകൂടാ. ഇനി ഇതെന്താ ചെയ്യുക? വെച്ചേര്, എന്തെങ്കിലും ആശകള് പൂവണിയുമായിരിക്കും. അപ്പൊ കൊടുക്കാലോ. ആ ആശ ഉടഞ്ഞു പോയി. അതേപോലെ ഇത് ഞാൻ ഉടക്കിയ. ഇത് പേര് വെക്കാതെ ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കട്ടെ. അതിലൊരു കുറിപ്പടി എഴുതിയേക്കാം. ചരമമടഞ്ഞ എൻ്റെ പ്രണയത്തിന്റെ ഉപഹാരമാണെന്ന്. അയച്ചു കൊടുക്കട്ടെ. പാർസൽ ചെയ്ത് അയച്ചു കൊടുക്ക്. ചിലപ്പോ അതായിരിക്കും ഒരു വഴിത്തിരിവ്. എന്നെങ്കിലും അവൾ തിരിച്ചറിയും ഇതിൽ സച്ചുവിന്റെ സ്നേഹത്തിന്റെ മണമുണ്ടെന്ന്. ശരിയാ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തേക്കാം. പോട്ടെ. ഞാനും പോവാ നാളെ. ഇനി എപ്പോഴാ വരിക? വലിയ പള്ളിയിലെ അടുത്ത പെരുന്നാളിന്, അടുത്ത കൊല്ലത്തില്. പോയിട്ട് വാ പുണ്ണി. അപ്പോ സുഷമ അമേരിക്കയിലായിരിക്കും. ഞാൻ എവിടെയെങ്ങോ അറിയില്ല. ഇയാളിതെന്താ ഉള്ളു മുഴുവൻ ആ പെങ്കൊച്ചിനോടുള്ള പ്രേമവും പൊതിഞ്ഞു വെച്ചോണ്ട് അത് തുറന്നു പറയാതെ കൂട്ടുകാരനും കൂട്ടുകാരും കളിക്കുക? ആ മെഴുകിരി വട്ടത്തിരുന്നപ്പോ ഐ ലവ് യു നീട്ടി ഒരു കാറ്റ് കാച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടി കയ്യിരുന്നേനെ. അത് ശരിയല്ല. കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണിനോട് അതിൽ കവിഞ്ഞ് ഒന്നും കയറി പറയാതിരുന്നത് ന്യായമായെന്നേ ഞാൻ പറയൂ. ആ അഭിപ്രായ എനിക്കും. പറയാതിരുന്നത് നന്നായി. ഷടാ, ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി ആ പെങ്കൊച്ചിനെ ആ അമേരിക്കക്കാരനെ കൊണ്ട് തന്നെ കെട്ടിക്കുന്ന ലക്ഷണമാണല്ലോ. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി.
ഇയാളെ കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഞങ്ങൾ കെട്ടിപ്പിക്കും. പറ, നിങ്ങൾ തമ്മിൽ എപ്പോ പ്രേമം തുടങ്ങി? അത് വേണ്ട വേണ്ട, അത് അതിന്റെ ഒഴുക്കിലങ്ങ് പറഞ്ഞാ മതി. ഡോൾ അയച്ചു കൊടുത്തപ്പോ അതിനെക്കുറിച്ച് സുഷമ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ടോണിയും ഗ്രൂപ്പ് ഒരുക്കിയ ട്രീറ്റിന് പോകുന്ന വഴി വെച്ച്. സച്ചു, ഉം. എന്നെ പ്രേമിക്കുന്ന ഒരാള് ഈ പരിസരത്തിൽ എങ്ങോ ഉണ്ട്. ഇന്നലെ ഒരു പ്രേമോപഹാരം അയച്ചു തന്നിരിക്കുന്ന ഒരാള്. ആര്? ടോണിയോ സുധീരോ അല്ലെങ്കിൽ അരുൺ ഗ്രൂപ്പിൽ ആരെങ്കിലോ. നോക്കട്ടെ, എന്തെങ്കിലും ഒരിക്കൽ ഞാൻ കണ്ടുപിടിച്ചു തരാം അയച്ചാളെ. ഷുവർ? ഷോ, പ്രോമിസ്? പ്രോമിസ്. ഡോക്ടർ ഓമന ബാബുനാഥ്, ഇതെന്റെ അച്ഛൻ ബാബുനാഥ്. ഈ അമ്മയോടുള്ള എന്റെ ഇഷ്ടത്തിന് 100-ൽ 50 മാർക്കാണെങ്കിൽ ഈ അച്ഛനോടുള്ള എന്റെ ഇഷ്ടത്തിന് 100-ൽ 200 മാർക്കാണ്. അതെന്താ അങ്ങനെ? അമ്മയും ഞാനും തമ്മിലുള്ള അടുപ്പം വളരെ കൂടുതലായി പോയതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കാ. പക്ഷേ കുട്ടിക്കാലം മുതലേ അച്ഛനാ എന്റെ എല്ലാം. പാട്ട് പാടി തരുന്നതും അച്ഛൻ, കഥ പറഞ്ഞു തരുന്നതും അച്ഛൻ. വഴക്കുണ്ടാക്കാൻ മാത്രം ഈ അമ്മ. അത് അടുപ്പത്തിന്റെ കൂടുതലുണ്ടല്ലേ, സാരമില്ല. ഉം. ഇതാണ് സച്ചു ചോദിച്ച ആള്. കിഷോർ, പഴയ ഫോട്ടോയാ. ഹൗസ് ഹി? വെരി ഗുഡ്. നേരെ ഒരുപാടായി സുഷ്മ, ഞാൻ പോട്ടെ. ശരി, വാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഹലോ പറഞ്ഞാലേ നീ ഹലോ പറയൂ. ഞാൻ കൈ നീട്ടിയാലേ നീ ഓടി വരൂ, അല്ലേ? ശരി, ഞാൻ തന്നെ എപ്പോഴും തോറ്റു തന്നേക്കാം. വാ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹൗ യു? ഫൈൻ, വെരി ഫൈൻ. എവിടെ അച്ഛൻ? എവിടെ? ആസ് യൂഷ്വൽ, തിരക്കോട് തിരക്ക്. ഇന്നലെ കുവൈറ്റിലെത്താന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എത്തിയില്ല. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അച്ഛൻ വരില്ല? ആ, തിരക്കൊഴിഞ്ഞിട്ട് വരുമായിരിക്കും. ഒറ്റ മകളല്ലേ, വരാതിരിക്കില്ല. ഏതായാലും അമ്മയെങ്കിലും വന്നത് നന്നായി. എനിക്കൊരു അമ്മയുണ്ടെന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് അറിയുമല്ലോ. തുടങ്ങി അവള്. വന്ന് കയറുമ്പോഴേക്കും തുടങ്ങുമെന്ന് അല്ലേ എനിക്കറിയാമായിരുന്നു. ദേഷ്യപ്പെടാതെ, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. ഞാനും ഒന്നും ഉദ്ദേശിച്ചില്ല. ചോക്ലേറ്റ്സ് ഒക്കെ ഏത് പെട്ടില്ല? ആ പ്ലാസ്റ്റിക് ബാഗിൽ കാണും. വാ. എങ്ങനെയുണ്ട് രമണി അവള്? എന്താ, കറക്കമൊക്കെ ഇപ്പോഴും ഉണ്ടോ? കറക്കമൊക്കെ ഉണ്ട്. ആരൊക്കെയാ കൂട്ടുകാര്? പഴയവരൊക്കെ തന്നെ. പക്ഷേ ഇപ്പൊ പുതിയൊരാള് കൂടിയുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല. ആരാ? പുതിയ ആളുടെ പേര് സച്ചിൻ. സച്ചിൻ മാധവൻ. മാവേലിക്കരയില വീട്. ഇവിടെ MCAക്ക് പഠിക്കുന്നു. ഇനി എന്തെങ്കിലും അറിയണോ? അമ്മയ്ക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാലോ. എന്തിനാ രമണി ചേച്ചിയോട് രഹസ്യമായിട്ട്? രഹസ്യമായി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അറിയാൻ നടക്കുന്നത് നീയാ, ഞാനല്ല. ഓസ്ട്രേലിയയിലെ നമ്പറിൽ വിളിച്ചിട്ട് അച്ഛനെ കിട്ടുന്നില്ല. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ അച്ഛന്? ആ ഒരു നമ്പറേ എനിക്കും അറിയൂ. വേണമെങ്കിൽ ഇങ്ങോട്ടും വിളിക്കാലോ. വിളിക്കട്ടെ.
ഹലോ ഹലോ. എത്ര പ്രാവശ്യം വിളിക്കണം അച്ഛനെ ഒന്ന് കിട്ടണമെങ്കിൽ? മോളെ, എന്താ അച്ഛൻ വന്നില്ല? ഐ എം സോറി മോളെ, ഐ വാസ് ബിസി. ഇത് വെറും കല്യാണ നിശ്ചയല്ലേ, ഫോണിൽ കൂടെ ഉറപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് നിർബന്ധം അത് ആഘോഷമായിട്ട് കൊണ്ടാടണമെന്ന്. നടക്കട്ടെ. അപ്പോ അച്ഛൻ വരില്ല? നിശ്ചയം അമ്മ നടത്തിയാല് മോടെ കല്യാണം അച്ഛന്റെ ഇഷ്ടത്തിന് നടത്താലോ. ഞാൻ ചോദിച്ചത് അച്ഛൻ വരുമോന്നാ. നോക്കട്ടെ, തീയതി നിശ്ചയിക്കട്ടെ, എന്നിട്ടെത്താൻ ശ്രമിക്കാം. അച്ഛൻ വന്നില്ലെങ്കിൽ? നോക്ക്, സന്തോഷമായിട്ടിരിക്കണം. അച്ഛന്റെ ആഗ്രഹം അത്. വരാൻ ശ്രമിക്കാം. അച്ഛൻ വരും, എനിക്കറിയാം. എന്റെ അച്ഛൻ വരും. സുഷമ, ഐ ലവ് യു സോ മച്ച്. ഞാൻ വെക്കുക, ഇനി ഫോൺ ചെയ്യില്ല. എനിക്ക് അച്ഛന്റെ സ്വരം കേൾക്കണ്ട, കണ്ടാ മതി. വെക്കുക ഞാൻ.